മലയാള സിനിമയെ അമാനുഷികതയുടെയും അമിത നാടകീയതയുടെയും സ്വപ്നലോകത്ത് നിന്ന് സ്നേഹം നിറഞ്ഞ നാട്ടുവഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. ഗാനരചയിതാവിൻ്റെ പേന താഴെ വെച്ച് സത്യൻ അന്തിക്കാട് സംവിധായകനായി മാറിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് ജീവിതഗന്ധിയായ കുറേ ചലച്ചിത്രങ്ങൾ. നിത്യജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുന്ന ഇടത്തരക്കാരനായ മലയാളിയുടെ മനസ്സിലേക്കാണ് സംവിധായകനായ സത്യൻ തൻ്റെ ക്യാമറ തുറന്നു വെച്ചത്. ആ കാഴ്ചകളും അനുഭവങ്ങളും മലയാളി ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങി. അന്തിക്കാട് എന്ന് പറയുന്നത് ഒരു സാധാരണ നാട്ടിൻപുറമാണ്. വലിയൊരു കലാപാരമ്പര്യമുള്ള കുടുംബത്തിലല്ല ഞാൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ റെക്കമെൻഡ് ചെയ്യാനൊന്നുമില്ല. പക്ഷേ ചെറുപ്പം മുതൽ എപ്പോഴോ സിനിമ മനസ്സിലേക്ക് കയറുകയും ഒരു സിനിമാ സംവിധായകനാവണമെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു. ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ. അന്ന് ഞാൻ ചെറുകഥകളും കവിതകളൊക്കെ എഴുതുമായിരുന്നു. അതെൻ്റെ ഒരു സാഹിത്യത്തിനോടുള്ള അക്ഷരങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഒരു സംവിധായകനാകണം, സിനിമയിൽ അതിനപ്പുറത്തുള്ള ഒന്നുമല്ല, അതിന് താഴെയുള്ള ഒരു മോഹമില്ല. ഒരു ഏറ്റവും പ്രധാനമായ മോഹം ഡയറക്ടറാവണമെന്നാണ്. അതിന് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തത് ഡോക്ടർ ബാലകൃഷ്ണനാണ്. ഡോക്ടർ ബാലകൃഷ്ണൻ ആ കാലത്ത് ഒരുപാട് പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാലമായിരുന്നു. ഹരിഹരൻ, ട്യൂമർ, അങ്ങനെ കുറേ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കാലത്ത്. അപ്പോൾ ഡോക്ടർക്ക് ഞാനൊരു കത്ത് അയക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് വരുന്ന ധാരാളം കത്തുകളിൽ പോലെ ഒരു കത്ത് ഞാൻ അദ്ദേഹത്തിന് അയച്ചതാണ്. ആ കത്തും അതിനോടൊപ്പം ഞാൻ എഴുതിയ ചില കഥകൾ, കവിതകളൊക്കെ പുള്ളിക്ക് അയച്ചു കൊടുത്തിരുന്നു. അത് എന്തോ താല്പര്യം തോന്നിയിട്ടായിരിക്കും ഡോക്ടർ ബാലകൃഷ്ണനാണ് എന്നെ സംവിധാനം പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ രേഖാ സിനിയേഴ്സ് എന്നുള്ള കമ്പനിയിൽ ചേർക്കുന്നത്. അന്ന് അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ്. എനിക്ക് 19 വയസ്സേ ഉള്ളൂ അന്ന്. അപ്പം ഹരിഹരൻ ഡയറക്റ്റ് ചെയ്യുന്ന കോളേജുകൾ എന്നുള്ള സിനിമയുടെ തുടക്കകാലമായതുകൊണ്ട് ആ സിനിമയിലാണ് 6 പുതിയ അസിസ്റ്റൻസിൽ 6ാമത്തെ ആളായിട്ടാണ് ഞാൻ ചേർന്നത്. പക്ഷേ എൻ്റെ ഒരു സാഹിത്യ അഭിരുചിയും അല്ലെങ്കിൽ കവിതയോടും ഒക്കെ ഉള്ള ഒരു താല്പര്യമൊക്കെ കണക്കിലെടുത്തിട്ട് അടുത്ത സിനിമ മുതൽ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു അതിലൊരു പാട്ട് എഴുതാൻ പറഞ്ഞു. ലവ് ലെറ്റർ എന്നുള്ള സിനിമയിൽ എന്നെക്കൊണ്ട് ആദ്യം ഡോക്ടർ പാട്ട് എഴുതിപ്പിച്ചു. എൻ്റെ ഒരു കവിത വായിച്ച് ഇമ്പ്രസ്ഡ് ആയിട്ടാണ്. അതിനുശേഷം സംവിധാനവും സഹായിയായിട്ടും പാട്ടെഴുത്തായിട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 73 മുതൽ സജീവമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ ബാലകൃഷ്ണൻ, ഹരിഹരൻ, ജെയ്സി, ചന്ദ്രകുമാർ, ഗോവിന്ദൻ, അങ്ങനെ കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ 8 വർഷത്തോളം സംവിധാനം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കുറുക്കൻ്റെ കല്യാണം എന്നുള്ള സിനിമ 82-ൽ പുറത്തിറക്കുന്നത്. അന്ന് സംവിധാനം അതിൻ്റെ കൂടെ തന്നെ പാട്ടെഴുത്തുണ്ട്. മിക്കവാറും അതിനു മുമ്പുള്ള ചന്ദ്രകുമാറിൻ്റെ മിക്ക പടങ്ങളിൽ ഞാനാണ് പാട്ട് എഴുതിയിരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യകാല സിനിമകളിലൊക്കെ ഒരു ടി.പി. ബാലഗോപാലൻ എം.എ. വരയ്ക്കും എല്ലാ സിനിമകളും ഞാൻ തന്നെയാണ് മിക്കവാറും പാട്ടുകൾ എഴുതാറുള്ളത്, ഒരുവിധം സിനിമകളിലൊക്കെ. അത് കഴിഞ്ഞ് കിന്നാരം എന്നുള്ള സിനിമ ചെയ്തു. ആ പടം കഴിഞ്ഞ് അതും ഹിറ്റായി. അപ്പോൾ ആദ്യത്തെ 2-3 സിനിമകൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഡയറക്ടർക്ക് ഒരു നിലയുറപ്പിക്കാവുന്ന ഒരവസ്ഥയെത്തും. ആ സമയത്ത് ഞാൻ ചെയ്ത ഒരു പുതുമയുള്ള സിനിമ അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു സിനിമ എന്ന് പറയുന്നത് അപ്പുണ്ണിയായിരുന്നു. അപ്പുണ്ണിയുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് VKN. എനിക്ക് എല്ലാ കാലത്തും നമ്മൾ ഒരു ഹ്യൂമറിൻ്റെ ഒരു തലതൊട്ടപ്പനായിട്ട് കണക്കാക്കുന്ന എഴുത്തുകാരാണ് VKN സ്റ്റൈൽ എന്ന് പറയുന്ന സ്റ്റൈൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ VKൻ്റെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ട്, പ്രേമവും വിവാഹവും എന്നുള്ള ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. ജോൺ പോളാണ് അന്ന് എൻ്റെ കൂടെ അതിനെ സഹകരിക്കാനൊക്കെ കൂടെ ഉണ്ടായിരുന്നത്. എഴുതിയത് VKN തന്നെയാണെങ്കിലും. അപ്പുണ്ണി എന്നുള്ള സിനിമയിലാണ് മോഹൻലാൽ എൻ്റെ കൂടെ ആദ്യമായിട്ട് ഒരു വലിയ റോൾ അഭിനയിക്കുന്നത്. കുറുക്കൻ്റെ കല്യാണത്തിൽ ഒരു ചെറിയ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ ലാലും മേനകയും അഭിനയിച്ച തൂമഞ്ഞൻ, കണ്ണൂർ രാജൻ്റെ അതിമനോഹരമായ ഒരു മെലഡിയാണ് ബിച്ചു തിരുമലാണ് എഴുതിയത്. മഞ്ഞിൻ തുള്ളി തൂവൽ തേടും മിന്നമിന്നി നിന്നെ ഒന്നുള്ള തെന്നലായെന്നുള്ളിൽ സങ്കൽപ്പങ്ങൾ വീണ്ടും വീണ്ടും വന്നു. മഞ്ഞിൻ തുള്ളി തൂവൽ തേടും മിന്നമിന്നി. അന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ട് കേട്ട് പരിചയമുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന സംഗീത സംവിധായകരിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരാളാണെന്ന് തന്നെ പറയേണ്ടി വരും കണ്ണൂർ രാജൻ സാർ. കാര്യം അദ്ദേഹം ചെയ്ത പടങ്ങളുടെ എണ്ണത്തിലല്ല, അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ നിലവാരത്തിലാണ് അദ്ദേഹം നമ്മളെ എപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുള്ളത്. സാധാരണ മലയാളം പാട്ടുകളിലൊക്കെ തബലയുടെ ഒരു സാന്നിധ്യം കൂടുതലായിട്ട് ഉള്ള കാലത്ത് ഈ പാട്ടിൽ പൂർണ്ണമായിട്ടും ഡോലക് മാത്രമേ വായിച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൗണ്ടർ പാർട്ട്, വയലിൻ്റെ കൗണ്ടർ ശ്രദ്ധിച്ചാലറിയാം നല്ലൊരു ഓർക്കസ്ട്രേഷൻ പാട്ടിന് വേണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്തതുപോലെ തന്നെ ഉണ്ട്.
ചൊടിയിണയിൽ ചിരിമണികൾ കിലുകിലുങ്ങി കുളിരലയിൽ കുറുനിരകൾ കുണുകുണുങ്ങി ചൊടിയിണയിൽ ചിരിമണികൾ കിലുകിലുങ്ങി കാക്കപ്പുള്ളി ചൂടും ചെങ്കതളി പൊൻകവിളി തങ്കമയിലാടും തിങ്കൾ ബിംബം പോലും നിന്റെ മുന്നിൽ തോൽക്കും മാൻമിഴിയിലേതോ തേൻകിനാവ് പൂക്കും മാൻമിഴിയിലേതോ തേൻകിനാവ് പൂക്കും നിൻ മുന്നിൽ മണ്ണും വിണ്ണും എന്നും മായാലോകം തൂ മഞ്ഞിൻ തുള്ളി തൂവൽ തേടും മിന്നാമിന്ന